ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷീജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഴക്കാലത്ത് നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഫസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ ചിലർക്കൊക്കെ പറയാറുണ്ട് നെഞ്ചരിച്ചിലുണ്ടാവും, അതുകൊണ്ട് രാവിലെ കഴിക്കാൻ പറ്റത്തില്ലെന്ന്. ഇനി അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഈ പുട്ടും കുടത്തിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള ഉലുവയും കൂടെ ചേർത്ത് പുട്ടുണ്ടാക്കിയാൽ മതി, ആ പ്രശ്നം മാറി കിട്ടും. ഇനി നെക്സ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം. നമ്മൾ കാസറോളും അതേപോലെ ബ്ലാസ്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്തൊന്നും ഇല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് മാറി കിട്ടാൻ വേണ്ടി നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ട് വെച്ചാൽ മതി. ആ സ്മെല്ലൊക്കെ ഈ ന്യൂസ് പേപ്പർ അബ്സോർബ് ആക്കി എടുത്തോളൂ, അടുത്ത് കൊടുത്താൽ മതി. നമ്മൾ എത്ര നീറ്റായിട്ട് കഴുകി വെച്ചാലും ഒരു ബാഡ് സ്മെൽ തന്നെ ഉണ്ടാവും. അന്നേരം അത് മാറാൻ വേണ്ടി നമ്മളിങ്ങനെ ഇതിൽ ന്യൂസ് പേപ്പർ ഇട്ട് വെച്ചാൽ മതി. ഇനി വറ്റൽമുളകിൻ്റെ ടിപ്പ് നോക്കാം. വറ്റൽമുളക് മഴക്കാലത്തൊക്കെ പെട്ടെന്ന് പൂർബാധയേക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വെയിലുള്ള സമയത്ത് നമ്മൾ ഉണങ്ങി വെച്ചാൽ പോലും മഴയാകുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകും. അത് മാറി കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ബോട്ടിലോട്ട് അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം കായം കണ്ടിട്ടില്ലേ, കായത്തിൻ്റെ ചെറിയൊരു പീസ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഈ ചെറിയ പീസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എത്ര കിലോ മുളക് വേണമെങ്കിലും ഈ ചെറിയൊരു പീസ് നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. കിടന്നും ആവത്തില്ല. നന്നായിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ ക്രിസ്പിനെസ്സിനോട് കൂടെ തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് ഒരു അയൺ ടിപ്പ് നോക്കാം. ഈ മഴ സീസണിൽ വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഷർട്ടായിക്കോട്ടെ, അതുപോലെ തന്നെ സാരിയോ പിള്ളേരുടെ യൂണിഫോമോ എന്ത് വേണമെങ്കിലായാലും നമ്മൾ കഞ്ഞിപ്പച്ചയിലൊന്നും മുക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം. അത് എൻ്റെ ഹസ്ബൻഡാണ് കാണിക്കുന്നത്. ഈ വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പശ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇളം ചൂടുള്ള ഒരു കപ്പ് വെള്ളം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോൺഫ്ലവർ 2 സ്പൂൺ ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ കലക്കി എടുത്ത് നമുക്ക് പശയായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. 2 സ്പൂൺ കോൺ സ്റ്റാർച്ച് നമ്മൾ വെള്ളത്തിൽ കലക്കുകയാണ്. ഇത് നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. ഇത് നല്ല പാൽ നിറം പോലെ വെളുത്ത് ആണിരിക്കുന്നത്. കൂടുതൽ കൊഴുപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് കൂടുതൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ കഞ്ഞി വെള്ളം ഉപയോഗിച്ച് പശ ഉണ്ടാക്കുമ്പോൾ വസ്ത്രങ്ങൾ വിയർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേകിച്ച് മണം ഒക്കെ ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ലായനിയിലേക്ക് നമ്മൾ 2 സ്പൂൺ റോസ് വാട്ടർ പെർഫ്യൂം, കറയില്ലാത്ത പെർഫ്യൂം ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് വസ്ത്രങ്ങൾ ഉണങ്ങുമ്പോൾ നല്ല മണം കിട്ടുവാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വസ്ത്രത്തിന് നല്ല സ്മെല്ല് കിട്ടുവാൻ വേണ്ടി നമ്മൾ 2 സ്പൂൺ റോസ് വാട്ടറാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കറയില്ലാത്ത പെർഫ്യൂം ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പശ ഒരു കുപ്പിയിലേക്ക് പകർന്നു വയ്ക്കുകയാണ്. നമുക്ക് അത് ആവശ്യമുള്ളപ്പോൾ ചെറിയ സ്പ്രേയിലാക്കി ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാകത്തിനാണ് ഇത് വലിയ കുപ്പിയിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ സ്പ്രേ കുപ്പിയിലേക്ക് ഒഴിക്കുകയാണ്. സ്പ്രേ കുപ്പിയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം നനച്ചെടുക്കാനുള്ള സൗകര്യം കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ കുപ്പിയിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് വസ്ത്രങ്ങളിൽ അടിച്ച് അയൺ ചെയ്ത് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പശ നന്നായിട്ട് കുലുക്കിയതിന് ശേഷം നമുക്ക് അയൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളിൽ സ്പ്രേ ചെയ്ത് വയ്ക്കുകയാണ്. നമ്മളത്തെ അയൺ ചെയ്തുകൾക്ക് പശ സ്പ്രേ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അല്പസമയം കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഇത് അയൺ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഷർട്ടാണ് പശമുക്കി ഭംഗിയായിട്ട് തേച്ച് വച്ചിരിക്കുന്നത്. ഇത് വലിയ പൈസ മുടക്കൊന്നും ഇല്ലാത്തതാണ്, എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ പശയടിച്ച് ഷർട്ടും മുണ്ടും അങ്ങനെ തേച്ച് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നു. ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.